അയോധ്യ രാമക്ഷേത്രത്തിൽ ഭക്തർ സംഭാവനയായും കാണിക്കയായും നൽകിയ പണവും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും മോഷ്ടിക്കുകയും വകമാറ്റുകയും ചെയ്തുവെന്ന അതിഗുരുതരമായ ആരോപണം ഉയർന്നതിന് പിന്നാലെ യു.പി. സർക്കാർ അത് അന്വേഷിക്കാൻ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഏർപ്പെടുത്തിയിരുന്നു. അന്വേഷണം തുടരുന്നതിനിടയിൽ പുറത്തുവരുന്ന വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. പുറത്തു കേട്ടതിനൊക്കെ മുകളിലാണ് മറഞ്ഞിരിക്കുന്ന സത്യം എന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്തൊക്കെയാണ് ക്ഷേത്രത്തിൽ നിന്ന് കവർന്നത്, എപ്പോഴാണ് ഈ കവർച്ച നടന്നത്, ആരാണ് ഇതിന് പിന്നിൽ, നമുക്കൊന്ന് വിശദമായി നോക്കിയിട്ട് വരാം. രാമക്ഷേത്രത്തിലെ ആനക്കൊള്ള രാജ്യത്ത് ഇന്നേ വരെ കേട്ടതിൽ ഏറ്റവും വലിയ ക്ഷേത്ര ക്രമക്കേടാണ് നടന്നതെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ഭക്തിയെ, വിശ്വാസത്തെ ചൂഷണം ചെയ്ത് രാമക്ഷേത്രത്തിൽ ലഭിച്ച സമ്പത്തിനെ തോന്നിയ പോലെ അടിച്ചുമാറ്റിയ സംഭവത്തിൽ എന്തൊക്കെ നഷ്ടമായെന്ന കാര്യത്തിൽ ഇപ്പോഴും പൂർണ്ണമായ വ്യക്തതയില്ല. എന്നാലും അന്വേഷണ സംഘത്തിന് ലഭിച്ച പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് നഷ്ടമായ വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വേഗത്തിൽ പരിശോധിച്ചു വരാം. കട്ടതും മുക്കിയതും കാണിക്കപ്പണം 200 കോടി കുറഞ്ഞത് എന്നുള്ളത് ബ്രാക്കറ്റിൽ കാണണം. രാമക്ഷേത്രത്തിലെ സംഭാവന പെട്ടികളിൽ നിന്നും മറ്റു വഴികളിലൂടെയും ലഭിച്ച സമ്പത്തുകളിൽ നിന്ന് ഏകദേശം 200 കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടന്നതായാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടുകൾ. ക്ഷേത്രത്തിലെ 35 കാണിക്ക വഞ്ചികളിൽ നിന്നായി പ്രതിദിനം ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനമുണ്ട്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി പണം എണ്ണുന്നതിലും ബുക്ക് കീപ്പിംഗിലും ബാങ്കിൽ നിക്ഷേപിക്കുന്നതിലും വലിയ ക്രമക്കേടുകൾ നടന്നതായി അന്വേഷണ സംഘം തന്നെ ഇപ്പോൾ വിലയിരുത്തുകയാണ്. 200 കോടി രൂപ മുതൽ 1400 കോടി വരെ വെട്ടിച്ചു എന്നുള്ള സൂചനകളുണ്ട്. കൃത്യമായി കണക്ക് ലഭിക്കണമെങ്കിൽ അന്വേഷണം പൂർത്തിയാകണം. അടുത്ത പോയിന്റ്, ആഭരണങ്ങൾ, നഷ്ടപ്പെട്ട ആഭരണങ്ങൾ, അതിൽ അടിച്ചുമാറ്റലുമുണ്ട്, മാറ്റിവെക്കലുമുണ്ട്. ഭക്തർ ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ച സ്വർണം, വജ്രം, രത്നം തുടങ്ങി വിലയേറിയ ആഭരണങ്ങൾ നിരവധിയാണ് കാണാതായത്. എന്ന് മാത്രമല്ല, ഇത്തരം ആഭരണങ്ങൾ മാറ്റി പകരം അതേ രൂപത്തിലുള്ള മുക്കുപണ്ടങ്ങൾ വെച്ച് ക്രമക്കേട് നടത്തിയതായുള്ള പരാതികളുമുണ്ട്. അതിലൊക്കെ ഇപ്പോൾ SIT അന്വേഷണം നടത്തുകയാണ്. നഷ്ടപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സംഗതി ഇതാണ്, വെള്ളിക്കട്ട 60 കിലോ കാണാതായ പ്രധാന വസ്തു അതാണ്. അതും 60 കിലോ വെള്ളിക്കട്ടകൾ. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ രാംലല്ലയ്ക്ക് വഴിപാടായി ലഭിച്ചതും ക്ഷേത്രത്തിന്റെ അടിത്തറയിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിരുന്നതുമായ 60 കിലോഗ്രാം വെള്ളിക്കട്ടകൾ സംഭാവന റെക്കോർഡുകളിൽ നിന്ന് കാണാതായതായി ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. രാജ്യത്തുടനീളമുള്ള വിവിധ ജ്വല്ലറികളിൽ നിന്നും ഭക്തരിൽ നിന്നും ലഭിച്ച സംഭാവനകളും ഇതിലുണ്ടായിരുന്നു എന്നതുകൂടി കാണണം. ഇനി നഷ്ടപ്പെട്ട മറ്റൊരു സംഗതി റോഡ് വിളക്കുകളാണ്. 2024 അയോധ്യയിലെ രാംപഥ്, ഭക്തിപഥ് എന്നീ റോഡുകളിൽ സ്ഥാപിച്ചിരുന്ന 50 ലക്ഷം രൂപ വില മതിക്കുന്ന 3800 മുളവിളക്കുകളും 36 പ്രൊജക്ടർ ലൈറ്റുകളും മോഷണം പോയിട്ടുണ്ട്. അക്കാര്യം കൂടി ഇപ്പോൾ അന്വേഷണത്തിന് പരിധിയിലാണ്. തീർന്നില്ല. 1989 രാജ്യത്തുടനീളം പൂജിച്ച 1250-ലധികം സ്വർണ്ണ, വെള്ളി, അഷ്ടധാതു ഇഷ്ടികകളും ഇതിന്റെ കൂടെ കാണാതായിരുന്ന എന്ന പരാതിയും കൂടി ഉയരുകയാണ്. കൊള്ള നടന്നത് എപ്പോൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ക്രമക്കേടും കൊള്ളയും കാര്യമായി നടന്നത് 2025 കഴിഞ്ഞ വർഷം ജനുവരി ഫെബ്രുവരി കാലത്ത് നടന്ന മഹാകുംഭമേള കാലത്താകാം എന്നാണ് കരുതുന്നത്. അന്ന് ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ തിരക്കുണ്ടായിരുന്നു, സംഭാവനകൾ കുമിഞ്ഞുകൂടിയിരുന്നു. ആ സമയത്താണ് വലിയ ക്രമക്കേടുകൾ നടന്ന സൂചന ഉയരുന്നു. ഈ സമയത്തെ രേഖകളിലാണ് പ്രധാനമായും SIT ഇപ്പോൾ ശ്രദ്ധയൂന്നുന്നതും. ശരി, ഇനി ഇതിന്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ് കണ്ടു തുടങ്ങിയത്, എങ്ങനെയാണ് ഇതിലേക്ക് പോയതെന്നുള്ളത് കൂടി കാണണം. ദുരൂഹമായ ധനസമ്പാദനവും ഭൂമി വാങ്ങലും. വളരെ ചെറിയ ശമ്പളത്തിന്, ഏകദേശം 14,000 മുതൽ 20,000 രൂപ വരെ ശമ്പളത്തിന് ജോലി ചെയ്തിരുന്ന ചില ജീവനക്കാർ പെട്ടെന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ ആഡംബര വസ്തുക്കളും ഭൂമിയും വാങ്ങിക്കൂട്ടുന്നു, മുതലാളിമാരാകുന്നു. അവിടെയാണ് സംശയം ആദ്യമായി ഉയരുന്നത്. തുറന്നു നടത്തിയ പ്രാഥമിക പരിശോധനയിൽ CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചതായും കണ്ടെത്തുകയാണ് SIT. കള്ളി വെളിച്ചത്തായത് എങ്ങനെ, എപ്പോൾ? പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ രാജ്യത്തുടനീളമുള്ള സ്വർണ്ണ വ്യാപാരികളുടെ സംഘടനയായ ജ്വല്ലേഴ്സ് അസോസിയേഷൻ രാംലല്ലയ്ക്ക് 60 കിലോഗ്രാം വെള്ളിക്കട്ടകൾ സമർപ്പിച്ചിരുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച കാര്യം. എന്നാൽ ഈ വെള്ളിക്കട്ടികൾ ക്ഷേത്രത്തിലെ ഔദ്യോഗിക രേഖകളിൽ എവിടെയും കാണാൻ കഴിഞ്ഞില്ല, രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്ന് അസോസിയേഷൻ ഭാരവാഹികൾ തന്നെ കണ്ടെത്തുകയും തുടർന്ന് ഇതിനെതിരെ ഒരു പരാതി നൽകുകയും ചെയ്തു. പിന്നീട് സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ വിഷയം ഏറ്റെടുക്കുന്നു. പ്രതിപക്ഷ നേതാവ് അഖിലേഷ് യാദവ് നിയമസഭയിൽ വിഷയം ഉയർത്തുന്നു. യു.പി. സർക്കാർ സമ്മർദ്ദത്തിലാകുന്നു. പിന്നീടാണ് SIT വരുന്നത്. അന്വേഷണ പുരോഗതി സംബന്ധിച്ചുള്ള വിവരങ്ങളിലേക്കാണ് ഇനി നമുക്ക് പോകേണ്ടത്. യു.പി. സർക്കാർ 3 അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കാൻ നിർബന്ധിതരാകുന്നു. അങ്ങനെ SIT നിലവിൽ വരുന്നു. പണവും ആഭരണവും എണ്ണുന്ന ചുമതലയുണ്ടായിരുന്ന 50ഓളം ജീവനക്കാരെ സംശയത്തിന്റെ പേരിൽ നിരീക്ഷിക്കുകയും കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. ഇവരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ, ഇവരുടെ വീടുകളിലൊക്കെ റെയ്ഡ് നടത്തുന്നു. ആ റെയ്ഡിൽ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം പിടിച്ചെടുക്കുന്നു. പണം എണ്ണുന്ന മുറിയിലെയും നിലവറയിലെയും സുരക്ഷാ ക്യാമറകളിലെ 45 ദിവസത്തെ ദൃശ്യങ്ങൾ
മാത്രം ശേഷിപ്പിച്ച് ബാക്കി ഭാഗങ്ങൾ മായ്ച്ചു കളഞ്ഞതായും ദൃശ്യങ്ങളിൽ തിരുത്തൽ വരുത്തിയതായും SIT കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. തീർന്നില്ല, ഭൂമി ഇടപാടിലും ക്രമക്കേടുണ്ടായിരിക്കുന്നു. സംഭാവന തട്ടിപ്പിന് പുറമെ ശ്രീരാമജന്മ ഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ വിവാദപരമായ ഭൂമി ഇടപാടുകളെക്കുറിച്ചും SIT വിശദമായ അന്വേഷണം നടത്തുകയാണ്. 2 കോടി രൂപയ്ക്ക് വാങ്ങിയ ഭൂമി മിനിറ്റുകൾക്കകം 18.5 കോടി രൂപയ്ക്ക് ട്രസ്റ്റ് വിലക്കെടുത്തുന്ന രേഖകൾ വിശദമായി പരിശോധിക്കുകയാണ്. ക്ഷേത്ര വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനായി വാങ്ങിയ പല ഭൂമികളും അതിന്റെ യഥാർത്ഥ വിപണി വിലയേക്കാൾ പല മടങ്ങ് ഉയർന്ന തുകക്കാണ് ട്രസ്റ്റ് സ്വന്തമാക്കിയതെന്ന ആരോപണവുമുണ്ട്. അപ്പോൾ ചമ്പത്രായും റഡാറിൽ അയോധ്യ വിടരുത് എന്നുള്ള നിർദ്ദേശം SITയുടെ ഭാഗത്തുനിന്ന് മുന്നറിയിപ്പായി വരുന്നു. അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു SIT. ഇതോടെ ട്രസ്റ്റ് ഭാരവാഹികളോടും ക്ഷേത്ര ജീവനക്കാരോടും അയോധ്യ വിട്ടുപോകരുത് എന്ന് അന്വേഷണ സംഘം നിർദ്ദേശിച്ചിരിക്കുകയാണ്. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് ഉൾപ്പെടെയുള്ള പ്രമുഖർ അന്വേഷണ പരിധിയിലാണ്, SITയുടെ റഡാറിലാണ്. കൂടാതെ 100-ലധികം ക്ഷേത്ര ജീവനക്കാരുടെ മൊഴി SIT ഇതിനകം രേഖപ്പെടുത്തി കഴിഞ്ഞു. കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി, സമാജ്വാദി പാർട്ടി തുടങ്ങി പ്രതിപക്ഷ കക്ഷികൾ ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ സ്വതന്ത്രമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും അലഹബാദ് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇന്ന് ഇടപെടാൻ വിസമ്മതിച്ചിട്ടുണ്ട്. കോടതിയിലേക്ക് കേസെത്തിയാൽ എന്ത് നിലപാട് കോടതി സ്വീകരിക്കുമെന്നുള്ളതും പ്രധാനമാണ്. എന്തായാലും SIT സത്യസന്ധമായ അന്വേഷണം ഈ ഘട്ടത്തിൽ നടത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. UP സർക്കാരിന്റെ സത്യസന്ധമായ ഇടപെടൽ കൂടി ഇക്കാര്യത്തിൽ ഉണ്ടെങ്കിൽ കള്ളന്മാരെ മുഴുവൻ പുറത്തു കൊണ്ടുവരാൻ കഴിയും. ആ നിലക്ക് വരും ദിവസങ്ങൾ നിർണായകമാണ്.